ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ഒരു ചെറിയൊരു സന്തോഷം അറിയിക്കുന്നതിന് വന്നതാണ്. വേറൊന്നുമല്ല, ഞങ്ങളുടെ SP വരവൂർ എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് 2 മാസമായി. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോടും ഞാൻ അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീർ ബട്ടർ മസാലയാണ്. വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ് പനീർ ബട്ടർ മസാല. പൂരിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കാനും പറ്റും. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്രൈ പാൻ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം 2-3 ബേ ലീഫ്, ഒരു കഷ്ണം കറുവപ്പട്ട, 3-4 ഏലക്കായ, അതേപോലെ തന്നെ 3-4 കരയാമ്പൂ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തതും, 2 പച്ചമുളക്, ഒരു 3-4 തക്കാളി റഫായിട്ട് കട്ട് ചെയ്തത്, പിന്നെ 2 വറ്റൽമുളകും, കുറച്ച് അണ്ടിപ്പരിപ്പും, ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് പേസ്റ്റ് പരുവത്തിലൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതാണ് നമ്മുടെ ഗ്രേവി എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ആ സമയത്ത് അതിലേക്ക് 2 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് കൂടിയിട്ട് ഒന്ന് മൊരിയിപ്പിച്ച് കൊടുക്കാം. അതൊന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം അത്യാവശ്യം തിക്കാണ് ഈ ഗ്രേവിക്ക്. ഇനി വേണമെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടി മിക്സിയുടെ ആ ജാറിൽ ഒഴിച്ച് ചേർത്തത് കൂടി ഇതിൽ ആഡ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊന്ന് ടേസ്റ്റ് നോക്കുന്നത് നല്ലതാണ്. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം പനീർ ഇട്ട് കൊടുക്കാം. അമൂലിൻ്റെ പനീറാണിത്. വീട്ടിലുണ്ടാക്കിയ പനീറാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ഇതൊന്ന് വേവണം. അതിൽ കൂടുതൽ നേരം വേവിച്ചാൽ പനീർ ബലം വയ്ക്കും. അതുകൊണ്ട് 7 മിനിറ്റ് മതിയാവും. പെട്ടെന്ന് തന്നെ ഇത് ആവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു നുള്ളു ഉലുവാപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം.
ഇനി അവസാനമായി ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കുതിർത്ത് അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മിൽക്ക് ക്രീമാണ് എല്ലാവരും ചേർക്കുന്നത്, പക്ഷേ ഇതാണ് ഒന്നുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അണ്ടിപ്പരിപ്പ് കുറച്ചു നേരം വെള്ളത്തിലിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുള്ള ഒരു പേസ്റ്റാണിത്. ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയായി. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണിതിന്. വീഡിയോയിൽ അത് എത്രമാത്രം അറിയുമെന്ന് അറിയില്ല. വീഡിയോ എടുക്കുമ്പോഴുള്ള വെളിച്ചത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം കളറൊന്ന് കുറച്ച് വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണിതിന്. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി, വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് വരാം. ബൈ ബൈ, ടേക്ക് കെയർ.